പിണറായിയെ എന്തായാലും ജയിലിൽ അടയ്ക്കാൻ കോൺഗ്രസ്സിന് ഇപ്പം തൽക്കാലം താല്പര്യമൊന്നുമില്ല. പിന്നെ അവർ പറയുന്നത് എന്തായാലും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് പക്ഷേ പിണറായി ജയിലിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അതേ സംബന്ധിച്ച് ആ അന്വേഷണം കൂടുതൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം CPM-ൻ്റെ പാർട്ടി അക്കൗണ്ടുകൾ തന്നെ മരവിപ്പിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിലേക്ക് സമ്പൂർണ്ണമായി അന്വേഷണം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി നേതാക്കളും അതിന് നേതൃത്വം കൊടുക്കുന്ന അതിനൊത്താശ ചെയ്യുന്ന ഭരണകൂടവും മുഖ്യമന്ത്രിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതല്ലാതെയും വേറെ ധാരാളം കാര്യങ്ങളുണ്ട്. സ്വർണ്ണക്കടത്തടക്കം അദ്ദേഹത്തിൻ്റെ മകളെ അടക്കം പ്രതിയാക്കാൻ ഉതകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൂജപ്പുര ജയിലിൽ പോകാനുള്ള അവസരം കിട്ടിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയ്ക്കുള്ള അതിൻ്റെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെയുള്ളൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ധാരണയിൽ തന്നെയാണ് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പിണറായി വിജയൻ വളരെ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം, NDAക്ക് ഒരു സീറ്റും കിട്ടില്ല, BJPക്ക് ഒരു സീറ്റും കിട്ടില്ല, അത് കിട്ടാതെ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇപ്പോൾ തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും കേരളത്തിൽ BJP മുന്നിൽ വരുമെന്ന് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന സീറ്റുകളിൽ CPM-ൻ്റെ കോൺഗ്രസിന് അനുകൂലമായ ഒരു അട്ടിമറി നടത്താനുള്ള ഗൂഢാലോചന ഇവരുടെ ചിന്തയുടെ പിന്നിലുണ്ട് എന്ന് പിണറായിയുടെ വാക്ക് കേൾക്കുന്നവർക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ ജനങ്ങളുടെ മുന്നിൽ മൂടി വെക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് നാടകത്തിൻ്റെ ഭാഗമാണ് ഈ രണ്ടാളും ഇപ്പോൾ നടത്തുന്ന ഈ പ്രസംഗവും ഇതേക്കുറിച്ചിട്ട് നടത്തുന്ന ഈ പ്രസ്താവനകളുമൊക്കെ. അതിനപ്പുറത്ത് ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാളും ചുറ്റികയും പോകാൻ പോവുകയാണെന്ന് നമുക്കറിയാം, നെൽക്കതിരും പോവുകയാണ്. ഏതായാലും ഇപ്പോൾ തൽക്കാലം അത് കൈപ്പത്തിയുടെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് അരിവാളും ചുറ്റികയും അടിച്ചിട്ട് പോസ്റ്റർ ഒട്ടിച്ച് തമിഴ്നാട്ടിലായാലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ആ നിലയിൽ പ്രചരണം നടത്തേണ്ട ഗതികേടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്നു. അവരത് ചെയ്തുകൊണ്ടുമിരിക്കുന്നു. അപ്പം പിന്നെ അവർ ഒരു മുന്നണിയല്ല, കാരണം ഒരേ സീറ്റിൽ മത്സരിക്കുകയും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് പോസ്റ്റർ അടിച്ച് അതിൽ അരിവാളും ചുറ്റുകയും ചിഹ്നം വെക്കുകയും ചെയ്യുന്ന ആ പാർട്ടി അത് മുന്നണിയല്ല എന്ന് പറഞ്ഞാൽ അത് ആരെ വിഡ്ഢികളാക്കാനാ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്ന ഒരു അജണ്ട മാത്രമാണ് ഇവർ രണ്ടാളുകളും രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അതാണ് അവരുടെ ഏക അജണ്ട. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രൂപം കൊണ്ട കാലം മുതലുള്ള നിലപാടുകളിലും പല സാമ്യവുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും മുന്നിൽ നിന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലം മുതൽ ആ പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. കോൺഗ്രസും ഇന്ന് ഏതാണ്ട് സമാനമായി അന്ന് സമരത്തിന് നിന്നതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന ആളുകളാണ് അതിനെ നയിക്കുന്നത്. അവരും ഏതാണ്ട് ദേശവിരുദ്ധ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഭാരതവിരുദ്ധ ശക്തികളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവരെ രണ്ടു കൂട്ടരെയും ഇന്നിപ്പോൾ നിയന്ത്രിക്കുന്ന ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും പിന്നിൽ വിദേശ ശക്തികളുടെ കരങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ആ നിലയിലാണ് ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആ ഒരു ഏകോപനം രാജ്യത്ത് നടന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് അവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ രണ്ടു കൂട്ടർക്കും, ഒരു കൂട്ടർ മത്സരിക്കുന്നത് 4 സീറ്റിന് വേണ്ടി, CPM ഇടതുപക്ഷം മത്സരിക്കുന്നത് 4 സീറ്റിന് വേണ്ടി, കോൺഗ്രസ് മത്സരിക്കുന്നത് 40 സീറ്റിന് വേണ്ടി, BJP മത്സരിക്കുന്നത് 400 സീറ്റിന്, NDA മത്സരിക്കുന്നത് 400 സീറ്റിന് വേണ്ടി. ഈ ഒരു മത്സരത്തിനിടയിൽ ഇവരുടെ ഈ 40 4 കൂടെ ചേർന്ന 44 ആക്കാനുള്ള പരിശ്രമം, അതിനപ്പുറത്ത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ടറിയാൻ പോവുകയാണ്. അങ്ങനെയുള്ള ജനങ്ങളുടെ ആ വിശ്വാസത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ പരസ്പരം നടത്തുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നതിനപ്പുറത്ത് ഈ പ്രഖ്യാപനങ്ങൾക്ക്, ഈ പ്രസ്താവനയ്ക്ക് ഒരു വിലയുമില്ല.